ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുന്നു. വൈകുന്നേരം എന്ന് വെച്ചാൽ 6 മണിയായി ഇപ്പോൾ ഓൾമോസ്റ്റ്. ട്രിവാൻഡ്രത്തെ ഏറ്റവും എരിവുള്ള ചിക്കൻ ഫ്രൈ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് ബാക്കി വിശേഷം. അപ്പോൾ ഇത് പൂന്തറ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. വീരപ്പൻ തട്ടുകട, നല്ല രസമുണ്ട്, നോക്കിയേ, വെരി കളർഫുൾ. ഇത് ഓണറാണ്, പേരെന്താ? മാഹീൻ്റെ ഷോപ്പാണിത്. നല്ല പേര് കടയുടെ. ഇവിടെയാണോ പിന്നെ ട്രിവാൻഡ്രം സിറ്റിയിലെ ഏറ്റവും എരിവുള്ള ചിക്കൻ കിട്ടുന്നത്? ആണോ? ഇത് മറ്റേ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ പോലെയാണോ? ആണോ? അത് ശരി, അതിന് മുന്നേ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, ഇത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും അല്ലേ? അതായത് പൂന്തറ എത്തണ്ട, ഇതിനൊരു അല്ലാതൊരു ഐഡന്റിറ്റി പറയാൻ. ഹോമിയോപ്പതി ജവഹർ പള്ളിക്ക് സമീപമാണ്. ഇത് ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി പള്ളിത്തെരുവ് അല്ലേ? അതിന്റെ മാണിക്കുള ജംഗ്ഷനിലാണ്. ഇത് കണ്ടുപിടിക്കാൻ പാടൊന്നും ഉണ്ടാവില്ലല്ലോ. ഓ, ഗൂഗിൾ മാപ്പിലുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ ഒരു പാടുമില്ല. അപ്പൊ ഇതാണ് ഏറ്റവും എരിവുള്ള ചിക്കൻ. പിന്നെ ഇത് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 5:30 മണി മുതൽ സ്റ്റാർട്ടിങ് 12 മണി. 12 മണി വരെയുണ്ട്. 5:30 മുതൽ 12 മണി വരെ രാത്രി ഇവിടെ ഈ ചിക്കൻ കിട്ടും. ചിക്കൻ ഫ്രൈയും അതിന്റെ കൂടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ചിക്കൻ ചില്ലി ഉണ്ട്, ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്. ഓക്കെ, ബീഫ് റോസ്റ്റ്, ചില്ലി ചിക്കൻ, ഫ്രൈഡ്, പിന്നെന്താ ഫ്രൈഡ് ചിക്കൻ. ഇത് നമ്മുടെ മെയിൻ. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ വേറെ മട്ടൺ അങ്ങനെയൊക്കെ ഉണ്ടോ? മട്ടൺ ഐറ്റം ഇല്ല, എല്ലാം ചിക്കൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ പൊറോട്ടയാണോ? ഇടിയപ്പം, ദോശ, പത്തിരി ഉണ്ട്. ഓക്കെ, പിന്നെ ഉച്ച സമയത്ത് എന്താണ്? ഉച്ച സമയത്ത് ബിരിയാണി ഉണ്ട്. രാവിലെ ഉണ്ട്, ചെറിയ രീതിയിലുള്ള. രാവിലെ എന്തൊക്കെയാ? രാവിലെയുള്ള ചെറിയ പുട്ട്, അതുപോലെ തന്നെ അപ്പം, ഒരു വെജ് കറി ഉണ്ടാവും, സാമ്പാർ ഉണ്ടാവും. ഇത് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണേ? ഇത് രാവിലെ 7 മണി. രാവിലത്തെ എടുത്ത് പറയാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, ചെറിയ ലൈറ്റ് ആയിട്ട് സാധാരണക്കാർക്ക് ഒരു 50 റുപ്പീസ് കണക്കിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോസ് ഉണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണിയാണ് മെയിൻ. ബിരിയാണി അത് കുറച്ചാണ്, നമ്മൾ രാത്രിയാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ബിരിയാണി ഉച്ചയ്ക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ രാത്രി ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ, ഈ എരിവുള്ള ചിക്കൻ എല്ലാം ഒന്ന് കഴിക്കാം. ഈ എന്താ പറയുക, ഇവിടെ ഒരു ഐസ്ക്രീം കട, അത് നിങ്ങളുടെയാണോ? ഓഹോ, ഇത് കഴിഞ്ഞിട്ട് എരിവ് മാറ്റാനായിട്ട് ഐസ്ക്രീം. അത് കൊള്ളാം, അടിപൊളി. അങ്ങനെ എരിവുള്ള ചിക്കൻ ഫ്രൈയും പത്തിരി എന്താ കോമ്പോ നോക്കട്ടെ, കഴിക്കാം. അപ്പോൾ ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. വീരപ്പൻ തട്ടുകട. ഈ കട ഇപ്പോൾ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഈ വീരപ്പൻ ഓ, അച്ഛനായിട്ട് തുടങ്ങി. അച്ഛൻ്റെ പാപ്പയുടെ കാലത്ത്. ഇപ്പം അച്ഛനില്ല അല്ലേ? 13 വർഷം. അത് ആ സമയം തൊട്ട് മകനാണ് നോക്കുന്നത്. അപ്പൊ ഈ പേര് ഇങ്ങനെ തന്നെയായിരുന്നു അച്ഛൻ തുടങ്ങിയ? അലി അക്ബർ. അച്ഛനും അങ്ങനെ മീശ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഒരു വിളിപ്പേരായിരുന്നു വീരപ്പൻ എന്നുള്ള. അച്ഛൻ വലിയ മീശ, കപ്പട മീശയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത്. ആ ഒരു പേരിലാണ് പിന്നെ വീരപ്പൻ തട്ടുകട എന്നിട്ടത്. വെരി ഗുഡ്. അഡ്രസ് അറിഞ്ഞു വരുന്നതാണ്, അങ്ങനെ പേരായിട്ട് വെച്ചിട്ടില്ല. അച്ഛൻ മരിച്ചൊരു 13 വർഷമായി. അതിനുശേഷമാണ് ഇങ്ങനെ പേരായിട്ട് തന്നെ വെച്ചത് വീരപ്പൻ. ഇതിപ്പോ റീസെന്റ് ആയിട്ടാണോ ഇത്ര റിനോവേഷൻ ഒക്കെ ചെയ്തത്? അത് നേരത്തെ തന്നെ എങ്ങനെയായിരുന്നോ? മാറി മാറി വന്നു. രസമുണ്ട്, പേര് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ, വീരപ്പൻ തട്ടുകട. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കും. പിന്നെ നല്ല ഭക്ഷണമാണെന്ന് കേട്ടു, അതാണ് ഞാനിങ്ങനെ ഈ ഇത്രയും എരിവുള്ള ചിക്കൻ. അപ്പൊ ഈ വിഴിഞ്ഞൻ ചിക്കനൊക്കെ വരുന്നതിന് മുന്നേ ആണല്ലേ? ആഹാ, ഓ, പഴക്കമുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ചാർജസ്? 240. ഒരു ഹോൾ ചിക്കൻ ആണോ? ഒരു പ്ലേറ്റ്. അതിനകത്ത് എത്ര വരും? എത്ര പേർക്ക് കഴിക്കാം? 2 പേർക്ക് കഴിക്കാം. 250 അതാണ് ചാർജ് ചെയ്യുന്നത്. 240. 4 വലിയ പീസ് ചിക്കനുള്ള ഈ ചിക്കൻ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ 125 രൂപയ്ക്ക് പകുതി, 2 പീസ്. അതും നല്ല ഇതല്ലേ. പിന്നെ ഇതിന് ചിക്കൻ ഫ്രൈ എന്ന് തന്നെയാണോ പറയുന്നത്? നല്ല പ്രത്യേകിച്ച് അല്ല, വേറൊരു പേരൊന്നുമില്ല. മറ്റവരിങ്ങനെ ഈ വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കിയതാണ്. ഈ പച്ചമുളകൊക്കെ ചതച്ച മസാല ഇട്ടിട്ട്. ഓ, അത് ശരി. ഓക്കെ,
ഇങ്ങനെ ഈ വാപ്പയുടെ പേര് അറിയപ്പെടുന്ന ഈരപ്പണ്ടത്തെ വാപ്പയുടെ പേരല്ലോ എന്ന് പറയുമ്പോൾ അവരാദ്യം വിഴിഞ്ഞത്തായിരുന്നു കട. വിഴിഞ്ഞ ചിക്കൻ എന്നുള്ള പേര് നിങ്ങളുടെ കട അവിടെ അല്ലായിരുന്നു? ആയിരുന്നു, ഇവിടെ തന്നെ സ്റ്റാർട്ടിങ് പൂന്തറയായിരുന്നു. അതെ അതെ. പൂന്തറ മണ്ടവരിക്കും നിർത്തായിരുന്നു ഫസ്റ്റ് കട. അപ്പൊ അവിടെ 84 തുടങ്ങി. ശേഷം ഇങ്ങോട്ട് പതുക്കെ വന്നു. പിന്നെ വിഴിഞ്ഞ സൈഡിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ പിന്നെ അത് വിഴിഞ്ഞ ചിക്കൻ ഫ്രൈ ഐഡന്റിറ്റി പോയി, വേറെ സ്ഥലപ്പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. പക്ഷേ ഇത് നല്ല ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണല്ലോ ആൾക്കാർ അന്വേഷിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചൂടായിട്ട് തന്നെ കഴിക്കാം. അത് 240ക്കാണ് 4 വലിയ പീസായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ 2 പീസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ വേണമെങ്കിൽ പാർസൽ വേണമെങ്കിൽ എടുക്കാം. പിന്നെ എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവർക്ക് സെപ്പറേറ്റ് വാങ്ങാമല്ലോ. ഓക്കെയാണ്. അത് പിള്ളേർ വെളിയിൽ നിന്ന് കഴിയാണ്. അറിയോ? ആ, കാണാറുണ്ടോ? ഇവിടെ അടുത്താണോ? എവിടെ താമസം? തൊട്ടടുത്ത് തന്നെ. ഓക്കെ ഓക്കെ. എന്താ പേരെന്താ? എന്താ? സിനാജ്. ശരി. ഓൻ്റെ പേരാ? ഹിജാസ്. ഓക്കെ. ഇപ്പം എവിടെ പോയിട്ട് വരുന്നത് വഴി? വീട്ടിലോട്ട് ആണോ? ഭക്ഷണം കഴിച്ചാലോ? കഴിച്ചിട്ടാ വന്നേ? ഇവിടെ ആൻറ്റിയുടെ കൂടെ ഒന്ന് കഴിക്കാം. നമ്മളെവിടെ കഴിക്കില്ലേ? വീട്ടിൽ അമ്മ വീഡിയോ ആണ് അല്ലേ? ഇവിടെ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാം. വേണ്ടേ? കഴിക്കില്ല. അതേ ഓടൂ. വലിയ സന്തോഷം. അമ്മ എപ്പോഴും വീഡിയോ ആണ്. അങ്ങനെയാണ് എന്നെ കണ്ടുപരിചയം. ആൾക്കാർ വരുന്നുണ്ട് വേറെ. ഇനിയിപ്പോൾ തിരക്കായി തുടങ്ങുന്ന സമയമായി തോന്നുന്നു. 8 മണി കഴിഞ്ഞാലാണ് ഇവിടെ ഏറ്റവും വലിയ തിരക്ക്. 12 മണി വരെ ഭയങ്കര തിരക്കാണ്. ഇനിയാണ് തിരക്ക്. അതായത് ഞാൻ തിരക്കില്ലാത്ത സമയം നോക്കി 6-നും 6:30 ഇടയ്ക്ക് വന്നു. ഇപ്പം സമയം എത്രയാണ്? 6:30. ഇപ്പോൾ തിരക്ക് തുടങ്ങി. ഒരു 8 മണി കഴിഞ്ഞാൽ 12 മണി വരെ ഇവിടെ കാല് കുത്താൻ സ്ഥലം കാണില്ല. പാർസൽ പോകുന്നുണ്ടാവും കുറേ അല്ലേ? പാർസലും പിന്നെ ഇരുന്ന് കഴിക്കുന്നതും എല്ലാം കൂടെ ഒരു മേളമായിരിക്കും. അപ്പോൾ ഞാൻ പത്തിരി ആൻഡ് പൊറോട്ട. ഇത് ഇവിടുത്തെ ചില്ലി ചിക്കനാണ്. ദിസ് ഇസ് ദ ചില്ലി ചിക്കൻ. ട്രിവാൻഡ്രത്തേറ്റ് എരിവുള്ള ചിക്കൻ ഫ്രൈ. ഇത് നോക്കിയാൽ ഇതുപോലെ തന്നെയാണ് ആ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈയുടെ ഒക്കെ ലുക്ക് വൈസ്. പച്ചമുളകാണ് അവർക്ക് കൂടുതൽ. അയ്യോ, ഇതൊരു 4 പീസ് വരുന്ന ഒരു പ്ലേറ്റാണ്. ഈ ഒരു പ്ലേറ്റിനാണ് 240 റുപ്പീസ്. ഇതിപ്പോൾ 2 പീസും ഇങ്ങനെ കുറേ അരക്കും അതിൻ്റെ പൊടിയും. അയ്യോ, ഇത് നോക്കിയാൽ ദൂരം പൊടിയുണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ 120. അത് പത്തിരി ആൻഡ് പൊറോട്ട. ഇതിൻ്റെ എരിവ്, ഓ ഗോഡ്, എരിവിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കൊണ്ട് എനിക്കൊരു പേടി, എരിവ് കൂടുതലായിരുന്നു. ഞാനൊരു ഭയങ്കര എരിവ് കഴിക്കുന്ന ആളല്ല, എങ്കിലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്ര എരിവൊക്കെ കഴിക്കാൻ. ഓ ശരി. നല്ല എരിവുണ്ട് കേട്ടോ. സ്പൈസ്, ഈ സ്പൈസി ചിക്കൻ കഴിക്കാൻ ഇവിടെ ഇടിയും തള്ളുവാണ്. നല്ല എരിവുള്ള പച്ചമുളകും ചുമന്ന മുളകും എല്ലാം കൂടെ ഉള്ളൊരു മിക്സാണ്. ഇടിച്ച് ചതച്ചിട്ട് ഇത് ഇവിടുത്തെ ചില്ലി ചിക്കൻ. അത് ചൂട് പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കണം. നൈസ്, അടിപൊളി. നല്ല ചില്ലി ചിക്കൻ. അപ്പോൾ ഇത് കുഴപ്പമില്ല, എരിവൊക്കെ കിട്ടും. ഇത് നല്ല സ്പൈസി. അരപ്പ് കഴിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് എരിവ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ ഒരു സ്പൈസിനെസ് അടിപൊളി കേട്ടോ. ടു ഗുഡ്. ചൂടായിട്ട് വറുത്തുകൊണ്ടിരിക്കുവാണേ. ആവി പറക്കുന്ന സ്പൈസി ചിക്കൻ. എരിവുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ്. എന്തോ ഒരു ഭയങ്കര ഡിമാൻഡ് കേട്ടോ ഈ ചിക്കൻ കൂടെ. ഇവരെല്ലാം സ്ഥിരം വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു. ഇവിടുത്തെ ചിക്കൻ ഫ്രൈ വളരെ ഫേമസ് അല്ലേ. പുള്ളിയുടെ വാപ്പയാണ് ആദ്യം തുടങ്ങിയത്. അത് അങ്ങനെ കണ്ടിന്യൂഷനായി. പിന്നെ അദ്ദേഹത്തിലേക്ക് വന്നു. ഇപ്പം ഒരു ഭയങ്കര 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇല്ല, അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നിട്ടാണ് ഞങ്ങൾ.
ഞങ്ങൾ സ്ഥിരം അവിടെ. ഓ സ്പൈസി ചിക്കൻ ഇഷ്ടം. അതെ അതെ, ഇവിടെ ഉള്ളവർക്ക് സ്പൈസി കൂടുതൽ ഇഷ്ടമാണ്. എല്ലാം തന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്രോസ്റ്റോട്ട് നല്ല ടേസ്റ്റാണ്. ബ്രോസ്റ്റോട്ട് സാധാരണ നമ്മൾ KFC-യുടെ ബ്രോസ്റ്റോട്ടൊന്നും ഒന്നുമല്ല ഇവിടുത്തെ. കോംബോ ഓഫറൊക്കെ ഉണ്ട്. ഫാമിലി ഫുഡാ. രാവിലെ 7 മണി മുതൽ. ഇതാണ് ഇവിടുത്തെ ബ്രോസ്റ്റ്. ഇത് ചിക്കൻ ബ്രോസ്റ്റ്. ഇതിങ്ങനെ 4 വരുന്ന ഒരു പ്ലേറ്റ് ആണോ? ഇതൊരു കോംബോ. ഇത് എത്ര സാധാരണ ചാർജ് ചെയ്യുന്നത്? അത്രേ ഉള്ളൂ, 320 രൂപയാണ്. ഇത് ഭയങ്കര ലാഭമാണ് ഇവിടെ. ഇതിന്റെ കൂടെ ഇനി പെപ്സി കൊടുക്കും. 4 പൊറോട്ടയും കൂടി വരും. 4 വലിയ പീസ് ബ്രോസ്റ്റ് ചിക്കനും ഇതിൻ്റെ കൂടെ 4 പൊറോട്ടയും കൂടി വരും. 320 രൂപയേ ഉള്ളൂ. KFC ഒക്കെ മാറി നിൽക്കുന്ന പറയുന്നത് ഈ ബ്രോസ്റ്റിൻ്റെ കണ്ടില്ല. എക്സ്പെൻസിൻ്റെ കാര്യത്തിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും. സാധാരണ എനിക്ക് ഭയങ്കര എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പക്ഷേ എരിവാണെങ്കിലും ഇത് കഴിച്ചത് അത്ര സ്വാദായിരുന്നു. അത് അറിഞ്ഞില്ല എരിവുണ്ട്. നമുക്കിന്ന് ഭയങ്കര ടേസ്റ്റ്. ആ സലാഡും എല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ അറിയില്ല. ഇനി അടുത്ത ഫേമസ് സാധനം കൂടി വന്നിട്ടുണ്ട്, ഇവിടുത്തെ ബ്രോസ്റ്റ്. ഇവിടുത്തെ ചിക്കൻ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ KFC മാറി നിൽക്കുന്ന പറയുന്നത്. അതേ കണ്ടില്ലേ, ഇത് 320 ഒരു കോംബോ ആണ്. 4 വലിയ പീസും ഫ്രൈസും പിന്നെ അതിൻ്റെ കൂടെ 4 പൊറോട്ടയും കൂടി കിട്ടും. ഭയങ്കര അടിപൊളി. ഇതിനും പൊറോട്ട ഉണ്ട് പറഞ്ഞു, 4 എണ്ണം. 10 പൊറോട്ട ആണ്, പെപ്സിയും വരും. കുറേ കൂടെ വന്നാലോ ക്വാണ്ടിറ്റി വിലയും കുറവ്. ശരി, താങ്ക്സ്. ഞാനിങ്ങനെ എല്ലാവരും ഇട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഓക്കെ. ഓ ബ്രോസ്റ്റ് അടിപൊളി, KFC മോഡൽ. പക്ഷെ അതിനെക്കാട്ടി ലാഭം അതിനും സ്വാദാണെന്നാണ്. ഓ മൈ ഗോഡ്. ഓ ചൂടായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഒന്നാണ് അവർ പറയുന്നത് കേട്ടോ. നോക്കട്ടെ, ഭയങ്കര ചൂട്. അടിപൊളി. അതിൻ്റെ കൂടെ മയനൈസൊക്കെ കൊടുക്കുന്നുണ്ട്. അതെ, ഫ്രൈസ് കറക്റ്റ് KFC സ്റ്റൈൽ തന്നെയല്ല. അത് 1ാം തരം ഫ്രൈസ്. അതൊക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ രണ്ടും ഗംഭീരം. ഇവൻ ചില്ലി ചിക്കനും നല്ലതായിരുന്നു. ഇവരുടെ രാവിലത്തെ ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയക്കുന്നതാണെന്ന് പറഞ്ഞു. സാമ്പാറും പപ്പവും ഭയങ്കരമല്ല എന്നാണ് പറയുന്നത്. രാവിലെ വന്നാൽ അതെല്ലാം കഴിക്കാൻ പറ്റും. വളരെ ചെറിയ പൈസയ്ക്ക് കൊടുക്കും. ഈ ബ്രോസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു അടിപൊളിയായിട്ട്? ചൂട് ഉണ്ടോ? എന്താ മെഷീനുള്ള? ചെറിയ ഫ്രയറാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഡെയിലി ഓയിൽ മാറുന്നത്. അപ്പൊ ഡെയിലി ഓയിൽ മാറും. ഓ മനസ്സിലായി. അപ്പൊ അത് കൊള്ളാം, നല്ലത്. അത് ശരിയാണ്. അപ്പോൾ കുറച്ചുകൂടി ചെറിയ മെഷീനാണ്. കൊള്ളാം കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ആ ക്രിസ്പിനെസ്സും എല്ലാം അടിപൊളി. ഞാൻ എന്തുകൊണ്ട് ഇതുവരെ ഈ കടയിൽ വന്നില്ല എന്ന് ഞാൻ വിഷയത്തിൽ ആലോചിക്കാറ്. ഞാനതിനെ മിസ് ചെയ്തു. വരേണ്ട സ്ഥലം കേട്ടോ. വന്ന് ചൂടോടെ കഴിക്കാം, അല്ലെങ്കിൽ ചൂടോടെ പാർസലാക്കി കൊണ്ടുപോകാം. ചിക്കൻ്റെ ഒരു ഭയങ്കര ഫീസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ വിശേഷം. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് തീർക്കട്ടെ. കാര്യം ഇനി കുറച്ച് കഴിഞ്ഞ് ഇവിടെ തിരക്കാവും. ഇപ്പോൾ ഒരു 7 ആകുന്നു. ഒരു 8 മണി കഴിഞ്ഞ് ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോകാം. ഐസ്ക്രീം കൂടെ കഴിക്കാം. അതൊക്കെ അത് തൊട്ടപ്പുറത്തെ കേട്ടോ, അത് ഇവരുടെ തന്നെയാണ്. അപ്പോൾ ഐസ് ബേ എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് ഇവരുടെയാണ്. ഐസ് ബേയിലോട്ട് നേരെ കയറാം. എരിവ് ഓവറൊന്നുമില്ല കേട്ടോ, എനിക്ക് കഴിക്കാൻ പറ്റി. അത്രയും നല്ല. ഓ ഇവിടെ കുറേ ഉണ്ടല്ലോ ഫ്ലേവേഴ്സ്. 68 ഫ്ലേവേഴ്സാണ് ഐസ് ബേയിലുള്ളത്. അപ്പോൾ ഏത് വേണം? ആണോ? ഇപ്പോൾ കുറച്ച് ഈ ബനാന മിൽക്കുണ്ട്, സ്ട്രോബെറി ഉണ്ട്, ലിച്ചി. ഇത് ലിച്ചിയൊക്കെ വാട്ടറാണ് അല്ലേ? വാട്ടർ ബെസ്റ്റ്, ഗ്രേപ്പ് വാട്ടർ, മൊജിറ്റോ,
മാംഗോ വാട്ടർ, ഇതൊക്കെ അത് പായസം മിൽക്ക്, മഞ്ച് മിൽക്ക്, പാലട മിൽക്ക്, ജാക്ക് ഫ്രൂട്ട് മിൽക്ക്, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് മിൽക്ക്, ഇതൊക്കെയാണ് വരുന്നത്. സോൾട്ടഡ് കാരമൽ, ഓറിയോ, ലോട്ടസ് ബിസ്കോഫ്, ഇതൊക്കെ 40-30. മറ്റൊക്കെ 25 ഉള്ളൂ. ഈ വെറും വാട്ടർ, ദാറ്റ് ഇസ് ഗ്രേപ്പൊക്കെ ജസ്റ്റ് ഐസ് പോലെയാണ്, ഐസ് സ്റ്റിക്ക് പോലെയാണ് അല്ലേ, ജ്യൂസാണ്. അതൊക്കെ 15 ഉള്ളൂ. ഒന്ന് ലാഭമല്ലേ അത് 15. ഇതൊക്കെ ഞാനിപ്പോൾ ഒരു ജാക്ക് ഫ്രൂട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 25 rupees. ജാക്ക് ഫ്രൂട്ട് ഫ്ലേവർ, റിയൽ ജാക്ക് ഫ്രൂട്ട്, റിയൽ പ്യുവർ മിൽക്ക്, മിൽക്കും ജാക്ക് ഫ്രൂട്ടും. ചക്ക, ബട്ടറിൻ്റെ ബട്ടർ ടേസ്റ്റും ഉണ്ട്. അടിപൊളി കൊള്ളാലോ. ചക്ക കഴിക്കുന്നവരുണ്ട് ടേസ്റ്റ്, അതിൻ്റെ കൂടെ ഒരു ബട്ടറി ടേസ്റ്റും കൂടി, പാലും 2-3 ഫ്ലേവറും കൂടെ കഴിച്ചിട്ട് പോവാം. ചക്കയുടെ പീസും ഉണ്ടല്ലേ ഇടയ്ക്ക്. ഇതെല്ലാം വാട്ടർ ബേസ്ഡ് ആണ്, ഐസ് കഴിക്കുന്നവരില്ല. ഇവർക്ക് 100+ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഫ്രാഞ്ചൈസിയാണ് അല്ലേ നിങ്ങളെല്ലാം. കൊള്ളാം കേട്ടോ, നല്ല നൈസ്, വെരി നൈസ്. കുറേ ചക്കയുടെ പീസസ് ഉണ്ട് ഇതിനകത്ത്. ഇനി എന്ത് കഴിക്കണം ആലോചിക്കണം. ഒരു ഗ്രേപ്പ് വാട്ടർ തരുമോ? വാട്ടറിൻ്റെ ബേസിൽ ഒരെണ്ണം കഴിച്ച് നോക്കാം. പക്ഷെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുണ്ട്, പക്ഷേ പറ്റില്ല, അത് അലിഞ്ഞു പോകും അവിടെ എത്തുമ്പോൾ. ഇതൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ പഴയ ഇത് 15 രൂപ. ഐസ്ലോലി പോലെ പ്യുവർ ഗ്രേപ്പിൻ്റെ ജ്യൂസാണെന്നാണ് പറഞ്ഞത്. ആ മധുരം കഴിഞ്ഞിട്ട് ചെറിയൊരു പുളിയായിട്ട് ഇതിൻ്റെ മധുരം കിട്ടില്ല. കറക്റ്റ് ഫാമിലി പാക്ക് ഉണ്ടല്ലേ, ചിക്കു അത് കൊള്ളാലോ. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫാമിലി പാക്ക്. ഇല്ല കഴിഞ്ഞു പോയി അല്ലേ. ഇത് ചിക്കു ആണോ? എന്താ വില ഇത്? 250. ഒരെണ്ണം എടുക്കാം. അങ്ങനെ ഇന്നത്തെ ഒരു ലവ്ലി ഈവനിങ്, നല്ല ചിക്കനും പൊറോട്ടയും പത്തിരി ബ്രോസ്റ്റും, അത് കഴിഞ്ഞൊരു ഗ്രാൻഡ് ഫിനാലെ പോലെ അവസാനത്തെ ഡിസേർട്ടിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ. ഞാൻ എന്തുവേണമെങ്കിൽ കഴിക്കാം, വേറെ സ്ഥലം ഉണ്ടായാൽ മതി. ഇത് കൊള്ളാം കേട്ടോ. ഗ്രേപ്പ് ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടിരിക്കും. മെനു കാർഡ് ഓക്കെ. വാട്ടർ ബേസ്ഡ് കുറേ, പിന്നെ അതിന് മിൽക്ക് ബേസ്ഡ്, അതിൻ്റെ തന്നെ പ്രീമിയം. ഏറ്റവും വില കൂടിയ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ 40 രൂപ ഉള്ളൂ. അത് നമ്മൾ ന്യൂട്ടല്ല ആൻഡ് ലോട്ടസ്. ഓ യാ, അടിപൊളി. എന്തായാലും ഈ കടയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വിളിച്ച് ചോദിച്ചിട്ട് വരാം എക്സാക്ട് ലൊക്കേഷൻ. ഒരു പാടുമില്ലല്ലേ, പൂന്തറ എത്തുന്നതിന് മുന്നേ ആണ്. മാണിക്കവിളാണ്. ഗൂഗിൾ മാപ്പിലുണ്ട്. വീരപ്പൻ തട്ടുകട അടിച്ചാൽ മതി, കിട്ടും. ഗൂഗിൾ മാപ്പിൽ അറിയാൻ പറ്റും. അതെ, പക്ഷേ നേരത്തെ വന്നാൽ തിരക്കില്ലാണ്ട് കഴിക്കാം. 6 മണി മുതൽ ഒരു 6:30-7 മണി വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ പാർസൽ ഇഷ്ടംപോലെ കൊണ്ടുകൂടെ. രാത്രി 12 മണി വരെ ലൈവാണ്. രാവിലത്തെ അപ്പവും സാമ്പാറും കഴിക്കാൻ വരണം എന്നുണ്ട്, പക്ഷേ നേരത്തെ അറിഞ്ഞില്ലല്ലോ. ഉമ്മ ഉണ്ടാക്കി കൊടുക്കും. എന്താ പേരെന്താ? സുഹേസ്. ഓക്കെ ഓക്കെ. ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ആള്. പുള്ളി ആണ് ബന്ധുവാണ്. അപ്പോൾ അമ്മയുടെ ചേട്ടൻ, അത് മാമൻ. ഓ മാമൻ, ഇത് അനന്തരവനാണ് കേട്ടോ. പുള്ളിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. പോർട്ടർ എന്നുള്ള ആപ്പ് വഴി വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ വീട്ടിലെത്തും. അങ്ങനെ അടിപൊളി കേട്ടോ. വന്ന് കഴിക്കാം, അല്ലെങ്കിൽ പാർസൽ എടുക്കാം, അല്ലെങ്കിൽ പോർട്ടർ ആപ്പ് വഴി ഓർഡർ ചെയ്യാം. എനിത്തിങ് ഇസ് ഗുഡ്. നോ അങ്ങനെയൊക്കെ ഉണ്ട്. ആയില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമാണ്. ഓക്കെ ഹലോ. ഇത് ഞാൻ ചോദിക്കായിരുന്നു. അപ്പം മാമനാന്ന് പറഞ്ഞു. അത് സന്തോഷം. ഓക്കെ. ഓ സന്തോഷം. ഓണറുടെ സിസ്റ്ററാണ് മോനെ. ഇത് മോനാണ്. അതായത് നമ്മുടെ മാഹിൻ്റെ ഈ സഹോദരിയുടെ മോൻ. അങ്ങനെ വന്നതിൽ വലിയ സന്തോഷം. ഓ സന്തോഷം. യെസ് ഓക്കെ, താങ്ക് യു. ഇറങ്ങുന്നേ. ഓക്കെ, പോയിട്ട് വരാം. ശരി, വന്നല്ലോ, പോയിട്ട് വരട്ടെ. ഓക്കെ, ഇനി മറ്റേ പോർട്ടർ സർവീസിൽ പറയാം. എത്തുമല്ലോ പോർട്ടർ ആപ്പിൽ. പിന്നെ ഇടയ്ക്ക് വരാം. ഓക്കെ, നോക്കട്ടെ. ശരി, ഓക്കെ. കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തിരക്കാവുന്നതിന് മുമ്പ് പോയിട്ട്. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് പോകുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, വീരപ്പൻസ് തട്ടുകട. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഐസ്ക്രീമും കഴിച്ചിട്ട് പിന്നെ വീണ്ടും വന്നിരിക്കുന്നു. ഇത് ഇവിടെ തന്നെ അടുത്തുള്ള ഷാജഹാൻ ബേക്കറി ആൻഡ് ജ്യൂസ് ഷോപ്പാണ്. 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു കടയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ജ്യൂസാണ് ഇവരുടെ ഏറ്റവും വലിയ
സ്പെഷ്യൽ ഏത് സമയത്ത് വന്നാലും ജ്യൂസ് കുടിക്കാം. 24 hours ആയിരുന്നു, ഇപ്പോൾ പക്ഷേ കുറച്ച് 2 മണി വരെ ആക്കി അല്ലേ? 2 മണി വരെ ഓപ്പൺ ആയിരിക്കും. എല്ലാ ടൈപ്പ് ജ്യൂസും കിട്ടും. എത്ര വർഷമാണ് ഈ കടയുടെ ഒരു 70 വർഷമോ? ഓ അത് ശരി, പാരമ്പര്യമാണ് അല്ലേ? ഇത് ഓണറാണ്, അനിയനാണ് ചേട്ടൻ, സനോഫർ ഓണർ. ഇത് അനിയൻ, ഫാമിലി ബിസിനസ് ആയിരിക്കും അല്ലേ? 70 വർഷം പഴക്കം. നടത്തുന്നത് അനിയനാണ്. ഓക്കെ. എന്തൊക്കെയാണ് ഇവിടുത്തെ ജ്യൂസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ? അവക്കാഡും ജ്യൂസ് ഉണ്ട്, പിന്നെ മിക്സ്ഡ് ഉണ്ട്, ഫ്രൂട്ട് സർബത്ത്, എല്ലാം സ്പെഷ്യലായിട്ട് എല്ലാം. സർബത്ത് അതാണോ നിങ്ങളുടെ സ്പെഷ്യൽ? ഓക്കെ, അപ്പോൾ ഒരു സർബത്താകാം. സ്പെഷ്യൽ സർബത്തോ അതോ നോർമൽ സർബത്ത്? നിങ്ങളുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സർബത്ത്. ആ പറയാം. പ്രൊപ്രൈറ്റർ ചേട്ടൻ, സഹോദരൻ, 4 ബ്രദേഴ്സാണ് നടത്തുന്നത്. 70 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു ഈ ഷോപ്പിന്. ആരാ തുടങ്ങിയതപ്പോൾ? പാപ്പ. അതാ ഞാൻ ചോദിച്ചത്, അതാണ് പാപ്പയുടെ ഒരു. ഓക്കെ. ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ വിപുലീകരിച്ചു കാണും അല്ലേ? ഇപ്പൊ മോഡേൺ ആക്കി വിപുലീകരിച്ചു. പക്ഷേ നേരത്തെ തോട്ടം ഉണ്ടായിരുന്നു. ഓ ഓക്കെ. അന്ന് തൊട്ട് ആണല്ലേ? ബാപ്പയുടെ കാലം തൊട്ടാകുമ്പോൾ എന്തായിരുന്നു അന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ? ഫ്രൂട്ട് ജ്യൂസസ് ആയിരുന്നോ അന്ന്? ആ കാലഘട്ടത്തിൽ ഇത്രയും ഇതായിട്ടില്ല. ചെറിയ ഡ്രിങ്ക്സ്, നമ്മുടെ ചെറിയ സ്നാക്സ് ഉണ്ടായിരുന്നു സ്നാക്സ് ഇല്ല അന്ന്. വീട്ടിൽ തന്നെ ബോർമ ഉണ്ടായിരുന്നു. ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ മിഷനറിയും കാര്യങ്ങളും ഇപ്പൊ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയി. പലതരം വെറൈറ്റി ഓഫ്. ഓഹോ, മനസ്സിലായി. റംസാൻ മാസം ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? സ്നാക്സിന് ബഹളമാണ്. പുറത്ത് വെച്ചിട്ട് കൊടുക്കും അല്ലേ? പലഹാരങ്ങൾ. ഓ, എല്ലാ കണ്ണൂർ ഐറ്റം, മലബാർ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നോമ്പ് സമയത്ത് ഇവിടെ വന്ന ഒരു മലബാറിൽ പോകുന്ന പോലെ ആയിരിക്കും. ഫുൾ കാണാം വെളിയിൽ വെച്ച്. ഒരു പ്രാവശ്യം വരാം, അടുത്ത നോമ്പാവട്ടെ. അതെ അതെ, അത് കഴിയുമ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം വരാം. വേറെ പലഹാരങ്ങൾ. ഓ വെരി ഗുഡ്. ജംബോ ഫ്രൂട്ട് സർബത്ത്. ഇത് എത്രയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? 100 അല്ലേ? 100 റുപ്പീസാണ് ജംബോ ഫ്രൂട്ട് സർബത്ത്. ഇത് ഒരെണ്ണം ഒരാൾ കുടിച്ച് തീരുമോ? ഭയങ്കര വലുതാ. കുടിക്കാം കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വെരി ടേസ്റ്റി. ഇത് ഇവരുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൂട്ട് സർബത്താണ്. വെരി വെരി ടേസ്റ്റി, യമ്മി. ഇത് കുടിക്കുകയും ചെയ്യാം കഴിക്കുകയും ചെയ്യാം. കട്ട് ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഈ കടയുടെ പേരായിരുന്നു ഷാജഹാൻ ബേക്കറി. ഇത് എക്സാക്ട് ലൊക്കേഷൻ പൂന്തറ പുത്തമ്പള്ളിയുടെ അടുത്താണ് ഷാജഹാൻ ബേക്കറി. പള്ളി, പൂന്തറപ്പള്ളി അവിടെ ഉണ്ട്. അപ്പോൾ ഈ പള്ളിക്ക് എന്താ പറയുക? പൂന്തറ പുത്തമ്പള്ളി മുസ്ലിം പള്ളി, അതിൻ്റെ അടുത്താണിത് ഷാജഹാൻ ബേക്കറി. അപ്പോൾ ഇത് ഇനി കുടിച്ച് തീർച്ച സമയം എടുക്കും എന്നാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് 100 റുപ്പീസ് പറഞ്ഞാൽ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര വേർത്താണ്, ഭയങ്കര. ഓക്കെ, താങ്ക് യു. നീ മോളെ നോക്കൂ, എന്നെ കാണാൻ വന്നതാണ് പാവോ. അവർ വന്ന് പറഞ്ഞല്ലേ? ഓ അത് ശരി, മോൾക്ക് കാണണമെന്നോ? എവിടെ എവിടെ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കും. അവിടെ പേര് പറയൂ. ഐദിൻ. ഓ വെരി ഗുഡ്. ഏത് ക്ലാസ്? 2 അല്ലേ? സ്കൈ 2 എന്നാണോ പറയുന്നത്? LKG. ഓക്കെ, സ്കൈ 2. ഏത് സ്കൂൾ മോനെ? കെവൻസ്. എവിടെ അടുത്താണോ അത്? കമലേശ്വരം. കെവൻസിൽ LKG. വാവ്, അടിപൊളി. അപ്പോൾ അറിയാമോ, എന്നെ കണ്ടിട്ടുണ്ടോ? ഓ, ചേട്ടന്മാരും ഒന്ന് കണ്ട് പറഞ്ഞില്ലേ ഇവിടെ ഉണ്ടെന്ന്. വന്നല്ലോ, സന്തോഷം കേട്ടോ. ജ്യൂസ് കുടിക്കുന്നോ? വേണമെങ്കിൽ ആലോചിക്കണം. അച്ഛൻ്റെ കൂടെ വന്നാണ് കാണാനായിട്ട്. നൈസ്. ഓക്കെ, മെഡിക്ക്. അപ്പോൾ ഈ കടയുടെ സ്പെഷ്യാലിറ്റിയൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സർബത്ത്. പ്ലസ് ഇവിടെ സ്കൂൾ ടൈം കഴിഞ്ഞ് കുട്ടികൾ പോകുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ 10 രൂപയുടെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അവർ അതനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇത് രാത്രി 2 മണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സമ്മറൊക്കെ ആയാലും 4 മണി ആയാലും അടയ്ക്കാത്ത കടയാണ്. തിരക്ക് പോലെ ഇരിക്കും.
പിന്നെ നോമ്പ് കാലത്ത് പറയേണ്ട ആവശ്യമില്ല, അത് ആ സമയത്ത് നമുക്കൊന്ന് വരാം. അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടുത്തെ വിശേഷം. ഓക്കെ, ഇറങ്ങാം, പോയിട്ട് വരട്ടെ എന്നാലേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. അങ്ങനെ ബേക്കറിയിൽ നിന്ന് ഇറങ്ങുന്നത് ഷാജഹാൻ ബേക്കറി. എന്തായാലും ഈ റോഡ് വളരെ സജീവമാണ്. ഇത് പൂന്തറയിലേക്ക് പോകുന്ന റൂട്ടാണ്, മുസ്ലിം പള്ളിയുടെ അടുത്താണ്. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു നഗരക്കാഴ്ചയിൽ നിന്നും ഇപ്പോൾ സമയം ഒരു 8 മണിയായി. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ. അതുവരെ